നമസ്കാരം. വേദ ജ്യോതിഷ സംബന്ധമായി നോക്കുകയാണ് എങ്കിൽ മാർച്ച് മാസം വളരെയധികം പ്രത്യേകതകൾ ഉള്ള മാസമാണ്. മാർച്ച് അവസാനം നിരവധി പ്രധാനപ്പെട്ടതായ ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ രാശികളല്ല, 12 രാശികളെയും ഈ ഗ്രഹമാറ്റം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഗ്രഹങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതായ പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശനി സ്വന്തം മൂലത്രികോണ രാശി വിട്ട് മീനത്തിലേക്ക് വന്നു ചേരും. മീനം രാശിയിൽ ഇതിനകം സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഈ ഗ്രഹങ്ങൾ ശുക്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ സംയോഗമാണ് വളരെ മഹത്വപൂർണമായി കണക്കാക്കുന്നത്. വളരെ ശക്തമായ ത്രിഗ്രഹയോഗമാണ് ഇതിലൂടെ രൂപം കൊള്ളാനായി പോകുന്നത്. തന്മൂലം രാജയോഗമാണ് ഫലമായി വന്നു ചേരുക. മീനം രാശിയിലെ ഈ രാജയോഗം ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായി ഭവിക്കും. പല വിധത്തിലും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇവിടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആ ഭാഗ്യരാശികൾ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരും. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ത്രിഗ്രഹയോഗം വളരെ ലാഭകരമായി ഭവിക്കുന്ന സമയമാണ്. ഇവരുടെ 11ാം ഭാവത്തിലാണ് ത്രിഗ്രഹയോഗം രൂപം കൊള്ളുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക്, വളരെ കാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും, പല തടസ്സങ്ങളും ഒഴിഞ്ഞ് കാര്യങ്ങൾ അനുകൂലമായി തീരും. തടസ്സങ്ങളിൽപ്പെട്ട് കിടക്കുന്നതായ ജോലികൾ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തിലെ വഴക്കുകൾ, സമാധാനക്കേടുകൾ, അസ്വസ്ഥതകൾ ജീവിതത്തിൽ പരിഹരിക്കപ്പെടുന്നതായ സമയങ്ങൾ വന്നു ചേരും. വായ്പകൾക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ഈ സമയങ്ങളിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അത്തരം കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യ കാര്യങ്ങളിൽ തൃപ്തി, ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതായ സമയം ആണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ് പരമായോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യവും ജീവിതത്തിലുണ്ട്. ലാഭത്തോടൊപ്പം ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതായ സാഹചര്യങ്ങളും ഇവിടെ ജീവിതത്തിലുണ്ട്. ലാഭം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. ഈ കാലയളവിൽ ഭാഗ്യം കൂടുതലായും അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ഭാഗ്യം നിങ്ങളെ പല കാര്യങ്ങളിലും തുണയ്ക്കും. പണം ഉണ്ടാക്കുന്നതിന് നിരവധിയാർന്ന അവസരങ്ങൾ കൺമുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പണം കരുതി വയ്ക്കുവാനും സമ്പാദ്യം മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ജീവിത പങ്കാളിക്കൊപ്പം കൂടുതലായി സമയം ചെലവഴിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ദാമ്പത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ കടന്നു വരികയും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം തന്നെയാണ് മുൻപിലുള്ളത്. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ ജനിച്ചവരുടെ 2ാമത്തെ ഭാവത്തിലാണ് ത്രിഗ്രഹയോഗം രൂപം കൊള്ളുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ
നിരവധിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ശനി മീനം രാശിയിലേക്ക് മാറുന്നതോടെ കുംഭം രാശിക്കാർക്ക് ഏഴശനി അവസാന ഘട്ടത്തിലേക്ക് മാറുന്നതുമാണ്. അതുകൊണ്ട് ക്രമേണ ഇവരുടെ ജീവിതത്തിൽ നല്ല കാലം വന്ന് ചേരുന്നതുമാണ്. മാത്രമല്ല, ശുക്രന്റെ അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ, സുഖകരമായ ജീവിതം നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാമ്പത്തികമായ കഷ്ടതകൾ ഈ സമയങ്ങളിൽ പ്രധാനമായും അവസാനിക്കുന്നതാണ്. സാമ്പത്തിക പരാധീനതകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം കൂടുതൽ ഇടപെടലുകൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാൻ സാധിക്കും. ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, ജോലി മികവ് പുലർത്തുവാൻ സാധിക്കുക. ജോലി മികവ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രകടമായി മാറുന്ന സാഹചര്യമാണ് വന്നു ചേരുക. വ്യക്തിമുദ്ര പല മേഖലകളിലും പ്രകടിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആത്മവിശകലനങ്ങൾക്കുള്ള സമയം കൂടിയാകുന്നു. പരിശോധനകൾ കൂടി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിന് സാധിക്കാതിരുന്ന കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കപ്പെടുന്നതായ സമയമാണ്. ജോലിയോടൊപ്പം ബിസിനസ് ആരംഭിക്കുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ത്രിഗ്രഹയോഗം വളരെ അനുകൂലമായി തീരും. ഈ രാശിയുടെ 10ാം ഭാവത്തിലാണ് ത്രിഗ്രഹയോഗം രൂപം കൊള്ളുന്നത്. തന്മൂലം ഈ രാശിക്കാർക്ക് അത് കൂടുതൽ ഗുണകരമായി ഭവിക്കും. ചെയ്യുന്നതായ കാര്യങ്ങളിൽ പോലും കൂടുതൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ശുഭ സ്വാധീനം തന്നെ ചെലുത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ കാര്യവിജയങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ജീവിതത്തിൽ പല വിഷമതകളും ആശങ്കകളും പരിഹരിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ, ബിസിനസ് വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പാരമ്പര്യമായ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരുന്നതായ സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികപരമായി കൂടുതൽ അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. സാമ്പത്തിക ലാഭങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ടെൻഷൻ കുറയുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിരവധിയാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുക, ജോലി ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെയുള്ള ധനവരവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ലോണുമായി ബന്ധപ്പെട്ട തുക പ്രതീക്ഷിക്കുന്നവരാണ് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ ചില സഹായങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഭാഗ്യം കൂടുതലായി അനുഭവപ്പെടുന്നതായ സമയമാണ്. പണം ഉണ്ടാക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സമയം. കൂടാതെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.